guys, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ആരെയും ചെയ്യാൻ നിൽക്കുന്നില്ല. ഇന്ന് വളരെയധികം ശാന്തവും ലളിതവും ആർക്കും തന്നെ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത തരത്തിൽ ഞാൻ എന്നെ തന്നെ അങ്ങ് പണിയാൻ പോവാ. ഇന്നപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്തോന്ന് പറഞ്ഞാൽ, ഈ കാണാൻ പോകുന്ന വീഡിയോ കണ്ടിട്ട് ഞാൻ എപ്പോഴേലും ചെറുതായിട്ടെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടിക്കും. ഞാൻ ഒറ്റ മൈൻഡ് ആയിരിക്കും, ഒറ്റ മൈൻഡ് ഇടിക്കും. ഞാൻ ഇടിയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജിമ്മ അറിയാവേ, ഒറ്റ മൈൻഡ് ഇടി. നിങ്ങൾക്ക് തന്നെ അറിയാത്തോണ്ട, പണ്ട് ഞാൻ പ്രൊഫഷണൽ ഫൈറ്റർ ആയിരുന്നു. 1ാം ക്ലാസ് വെച്ച് ഒരുത്തൻ്റെ ചെവി ഞാൻ കടിച്ചു പറിച്ചിട്ടുണ്ട്. അരണ പുരാണ ദ ലെജൻഡ് ഓഫ് അരണ ആനിമേഷൻ ഷോർട്ട് ഫിലിം, പ്രൊഡക്ഷൻ നമ്പർ 1 അരണ പുരാണം. ആ റിക്കാർഡെന്ന് കേട്ടപ്പോൾ എൻ്റെ കുറേ പഴയ അപ്പൂപ്പന്മാരെ എനിക്ക് ഓർമ്മ വന്നു. റിക്കാർഡ്, ബാള്, ആള്, ഇവരെല്ലാം എന്താ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്? അതിന്റെ കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ അറിയത്തില്ല. എന്തിനാ ഇവര് റിക്കാർഡ് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത്? ജീവിച്ചിരുന്നപ്പോ സത്യം പറഞ്ഞ പാവ അപ്പൂപ്പന്മാരെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു, എനിക്കും ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് കളിക്കാൻ നടക്കാൻ ഉടനെ കളിയായി ക്രിക്കറ്റ് ഇറങ്ങി പോണേ. എന്നിട്ട് പിള്ളേരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇച്ചിമുള്ളി വാണം കാണോ, അവൻ തിരിച്ചു പറയും എന്നോട് പറയാൻ താൻ തന്നെ വീട്ടിൽ പോയി. പണ്ടത്തെ ആ കാലം തന്നെ ആയിരുന്നു നല്ലത്. അരണ പുരാണം 2 അരണല്ലായിരുന്നു അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നത്. ഈ അപ്പൂപ്പനാണോ കഥ പറയുന്നത്? കുറച്ച് വെള്ളം കൊണ്ടുതരാൻ പറയുന്നത്, ദാഹിക്കണം. എന്താ ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് പറയുന്നത്? ഇത് വേറൊരു രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. ബാക്കിയുള്ള ആനിമേഷൻ വീഡിയോസിനെ കാട്ടി അത് ഇതിനെ വേറിട്ട് നിർത്തുന്നു. ദൈവം ഇത് നോക്കരുത്. ഞാൻ ചിരിച്ചു. തലപരിക്കും കേട്ടോ. ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടിച്ചിരിക്കും. ഒറ്റ മൈൻഡാ, ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ മൈൻഡാ. ഇനി ചിരിക്കത്തില്ല. ഒരു ഒന്നിനെ ഒരു അരണയും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക ദൈവത്തിന് വെള്ളം കൊടുക്കാനായിട്ട്. ദൈവത്തിന് ഇപ്പൊ സഹിക്കുന്ന ചിക്സിനെ കണ്ടാവും. ഇത് നോക്കരുത്, തത്വം നോക്കരുത്. ദൈവം പറഞ്ഞു വെള്ളം കുടിക്കാൻ പറഞ്ഞു. ആ എക്സ്പ്രഷനും ആ ഫീലിങ്ങും അവർക്ക് കറക്റ്റായിട്ട് ഈ ആനിമേഷനിൽ കൂടെ ആ സൗണ്ടിൽ കൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം മികച്ച ഒരു ഇതാണത്. അപ്പം ഇവന് ഓടി ചെന്നിട്ട് മൂത്രം ഒഴിച്ചുകൊണ്ട് കൊടുത്തു. ഓന്തല്ലേലും ഒരു വൃത്തിയുടെ ജീവിയാണ്, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്. കളർ മാറി കളയും പെട്ടെന്ന്. എന്നോട് തന്നെ എത്ര പേര് ചോദിച്ചോക്കെ നീ ഒരു ഓന്തിനെ പോലെ കളർ മാറുന്നതെന്ന്. അറിയാമല്ലോ എന്തിനാന്ന്. ഓന്ത് ദൈവത്തിന്റെ എണ്ണാക്കിലോട്ട് മൂത്രം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഓന്തിന് സിപ്പുണ്ടായിരുന്നു. ഞാൻ ഒറ്റ മൈൻഡാന്ന് കാണിക്കാനാണ് ഇങ്ങനെ ഇടിക്കുന്നത്. ഞാൻ ഇടിക്കുന്ന ഓരോ ഇടിയുണ്ടല്ലോ, തൂക്കോളിടിയാ. അറിയാവേ, ഞാനിപ്പോ ജിമ്മ. മറ്റവൻ തിരക്ക് നടന്ന് കുറച്ച് വെള്ളം കിട്ടും. സിമ്പിളിനകത്ത് കുറച്ച് വെള്ളം കൊണ്ടാക്കി കൊടുത്തു. അരണ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അരണ ശരിക്കും നല്ല ക്യൂട്ടായിട്ടുണ്ട്. കുറച്ച് ഏറെ അരണയെ പിടിച്ച് അങ്ങ് വളർത്തിയാലോ. വേണ്ട, എന്നെ പുറത്താക്കിയിട്ട് അമ്മ അരണയെ വളർത്താൻ തുടങ്ങും. പിന്നെ അപ്പൊ വെള്ളം കൊടുത്തതിനെ അനുഗ്രഹിച്ചു, ഇവന് ശപിച്ചു. ഓന്തിനെ ശപിച്ചു, നരകത്തിലേക്ക് വിട്ടു. ഓന്തിനെ അവരവിടെ കൊണ്ടിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ചൂടാക്കി പഴുപ്പിച്ച് ചുടിച്ചിട്ട് വെള്ളം കുടിച്ച് ദൈവം. നിനക്കെന്താ വേണ്ടെന്ന് ചോദിച്ചു. വെള്ളം എനിക്ക് ഇച്ചിരി വിഷം എന്റെ ഉള്ളിൽ കാണണം. എനിക്ക് ഇച്ചിരി വിഷം എന്റെ ഉള്ളിൽ കാണണം. വിഷം ചോദിച്ചിട്ടുള്ള ഇപ്പൊ കണ്ടോ? ഇനി മേലാ ചിരിക്കരുത്. മിക്കവാറും ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് ഞാൻ തൊലഞ്ഞു പോകും. എന്നാലും കുഴപ്പമില്ല, ഞാൻ ചിരിച്ചാ മരിച്ചത്. ഒറ്റ മൈൻഡായിരുന്നു, ഒറ്റ മൈൻഡിലാ ചത്തത്, ഒറ്റ മൈൻഡിൽ. എനിക്ക് എല്ലാരും കടിക്കണം. പിന്നെയും ചിരിച്ച്. ഞാനിപ്പോഴും ഒറ്റ മൈൻഡാ. എല്ലാവരും ഒന്ന് ലൈക്കെങ്കിലും അടിക്കുക കേട്ടോ. ഒറ്റ മൈൻഡാ ഞാനിപ്പോഴും. ഇത് കൂട്ടത്തില്ല, കഷ്ടമുണ്ട്. ഈ ചിരി കൂട്ടത്തില്ല, കഷ്ടമുണ്ട്. അരണ വിഷം ചോദിച്ചിട്ട് നാണം കൊടുക്കുന്ന കണ്ടപ്പോ ഞാനും അതുപോലെ അഭിനയിച്ചതാ. സോറി, ക്ഷമിക്കണം. ദൈവം ആലോചിക്കുന്നു. ദൈവത്തിന് അരണയ്ക്ക് വിഷം കൊടുത്തു. അരണയ്ക്ക് വിഷമാണോ കൊടുത്ത, സ്റ്റെറോയിഡ് ആണോ കൊടുത്തത്? ഡെൽറ്റൊക്കെ അങ്ങ് ചാടിയല്ലോ. ഓക്കെ, പോവാ. അരണ വിഷമായിട്ട് പോവാ. എങ്ങോട്ട്? അരണ ഒരു വളരെ ക്രൂരത നിറഞ്ഞ ജീവിയാന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ ഇവിടെ തടിയുടെ ഇടയിലും ഓടിനിടയിലും ഒക്കെ ഓരോ അരണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു പണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ കാണാറില്ല.
പറഞ്ഞോട്ട് അരണ എന്തി, ബട്ടർഫ്ലൈ എന്തി, വെള്ള കളറിലെ ബട്ടർഫ്ലൈ എന്തി, തുമ്പി എന്തി, ഇതിലൊന്നും കാണാൻ പോലും ഇല്ല ഇപ്പോ. പൂച്ച കടിച്ച അരണ. മീനെ കടിക്കത്ത കാണാൻ വലിപ്പം ഉണ്ടോ അരണയ്ക്ക്? ആദ്യം എന്ത് ക്യൂട്ടായിരുന്നു, പക്ഷെ സാഹചര്യം ഒത്തു വന്നപ്പോഴത്തേക്കിന് മാറിയുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള പലരും ടെമ്പററി ആയിട്ടുള്ള ആത്മാർത്ഥതകളിൽ വിശ്വസിക്കരുത്. അവർക്ക് വേറെ ഓപ്ഷൻ ഉള്ളപ്പോഴായിരിക്കും അവരുടെ തനിക്കൊണം നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇയാളുടെ ഈ അരണയുടെ ശല്യം അങ്ങ് സഹിക്കാൻ വയ്യാതെയായി. അരണയുടെ ശല്യം അങ്ങ് സഹിക്കാൻ വയ്യാതെയായി. അരണയുടെ ശല്യം സഹിക്കാൻ വയ്യാതെയായപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പൊ മനുഷ്യൻ തപസ് ചെയ്തപ്പോഴത്തേക്ക് അരണയെ വരുത്തി. അരണെ വരുത്തി. അരണെ ഒരു കൊടുങ്കുറ്റവാളിയെ പോലെ കൊണ്ടുവരുന്ന കണ്ട കയ്യിലൊക്കെ പിടിച്ചോണ്ട് അന്ന് വന്നപ്പോൾ ആളെ അല്ല അരണ, ആളങ്ങ് മാറി. ഞാൻ വരം വാങ്ങിച്ചിട്ട് ഞാൻ വെള്ളം തന്നിട്ടല്ലേ, ഞാൻ കടിക്കാൻ ചട്ടു പോണ എല്ലാവരും പറഞ്ഞു. അക്രമാസക്തനായി. കാര്യമില്ല. കൊണ്ടുവന്നിരുത്തിയേക്കുന്ന കണ്ടോ അരണെ. ഇതിനൊരു അനുഗ്രഹം കൂടെ കൊടുക്കും, എപ്പോഴും മറന്നു പോട്ടെ. വേറെ അനുഗ്രഹം കൊടുത്തോ? ഒരനുഗ്രഹം കൊടുത്തതിന്റെ ഇത്ര വായതി, അവൻ ഇനി വേറെ കൂടെ കിട്ടിയാലോ? ഓ, ഇപ്പൊ കിട്ടിയ അരണയുടെ അനുഗ്രഹം മറന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഇവിടെ കിടക്കുന്ന അരണയൊക്കെ എന്നോട് അമ്മ പറഞ്ഞു വന്നിട്ടുണ്ട്, അരണ പെട്ടെന്നില്ല മറന്നു പോകുന്നു. ഞാനിപ്പോ വിചാരിച്ചു ചില അരണയ്ക്ക് മാത്രം അൽഷിമേഴ്സ് ഉണ്ടാകുന്നതായിരിക്കും. സാധനം അനക്കം കണ്ടാണല്ലോ, അരണയോണം ഓടി ചെല്ലും വെച്ച്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്തിനാ വന്നൊരു നോട്ടം നോക്കും, അയ്യോ പറന്നു പോകും. അനക്ക് വിഷമുണ്ട്, പക്ഷെ അവർക്ക് അടിക്കുകയില്ല. ഒരപ്പൂപ്പൻ ഇരുന്ന് അരണയുടെ കഥ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഇത്ര സന്തോഷമാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പണ്ടത്തെ കഥകൾ കേൾക്കാൻ രസമല്ലേ? അതെ, ഇങ്ങനത്തെ പണ്ടത്തെ കഥകൾ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ ഈ പരിപാടി ശരിയല്ല കേട്ടോ. ഒറ്റ മൈൻഡിൽ ഇടിക്കുന്ന പരിപാടിയാണ്, വേണ്ട, തൊലഞ്ഞു പോകും. ഇത് ഞാൻ തന്നെ ഇടിച്ചിട്ട് ഇങ്ങനെ ഇനി വേറെ വല്ലവരും ഇരുത്തി ഞാൻ ഇടിപ്പിക്കുമായിരുന്നു, എന്തോ ഇടി എനിക്ക് തന്നേന്. വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് നോക്കാം. വേറെ ആളെ ഇരുത്തിയ ചെന്നെ ഇടിപ്പിച്ചാലും കമന്റ് അടി. അത് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് അടി, ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുവരും. എനിക്ക് തൊലയുന്നോണ്ട് ഒരു പ്രശ്നമില്ല. ഇനി വ്യാസനം കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഇന്റർവ്യൂ കാണണമെങ്കിൽ ഇങ്ങോട്ട് പോകും.